പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളെല്ലാവരും 2025 ഫസ്റ്റ് ഡേയിലേക്ക് കടന്നിരിക്കുക അല്ലേ? അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെല്ലാവരെയും കർത്താവ് ശ്രേഷ്ഠമായി പരിപാലിച്ച് കർത്താവിൻ്റെ കൃപ അനുഭവിക്കുവാൻ നമുക്ക് ദൈവം ഇടയാക്കി. ആവർത്തനം 1:31 മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു വാക്യമുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം വന്ന വഴിയിലൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവ വഹിച്ചത് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടല്ലേ, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ കർത്താവ് നടത്തിയ വിധങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കരം കാണുവാൻ ഈ ഒരു പുതിയ വർഷക്കാലം എത്തുവാൻ, ഈ ഒരു പുതിയ വർഷക്കാലം കാണുവാൻ തക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി. എന്നാൽ ഈ പുതിയൊരു വർഷക്കാലം നമ്മൾ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വർഷമായി തീരണം. അപ്പൻ്റെ കരം പിടിച്ച് നടക്കുന്ന ഒരു വർഷം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിയുന്ന വർഷം. അങ്ങനെ നമ്മൾ അപ്പനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ വഴിയിൽ നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കും. നമ്മൾ വീണു പോകാതിരിക്കാൻ അവൻ കൈകളിൽ താങ്ങിക്കൊള്ളും. ഒരപ്പൻ്റെ സ്നേഹം നമുക്ക് അറിയുവാൻ തക്കണം ഇടയാക്കും. യെശയ്യാവ് 43:18-19 ഇങ്ങനെയാണ് പറയുന്നത്: മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. അതെ, നമ്മുടെ ദൈവം ഈ വർഷം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുതിയതായി, നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവിൻ്റെ ആ കരം, ഒരു പുതിയ കാര്യം, ഒരു ശ്രേഷ്ഠമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കാണാൻ പോവുകയാണ്. സെഫന്യാവ് 3:17 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നുവെന്ന്. ആ ദൈവം നമ്മുടെ മധ്യേ തന്നെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ. ഈ ഒരു പുതിയ വർഷക്കാലം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, കർത്താവിൻ്റെ ആ ശ്രേഷ്ഠമേറിയ ആ മക്കൾ എന്നുള്ള പദവിയിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്ത ആ അപ്പൻ്റെ ആ സ്നേഹം അനുഭവിപ്പാൻ തക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് കാണുവാൻ തക്കണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ന്യൂ ഇയർ. ഗാഡ് ബ്ലെസ് യു.